വേണ്ടി, ഈ മാമരങ്ങൾ നിനക്ക് വേണ്ടി, ഈ വാനചത്രങ്ങൾ നിനക്ക് വേണ്ടി, ഈ കാണുന്ന ധൂമകേതുക്കൾ നിനക്ക് വേണ്ടി, മന്ദമാരുതന് നിനക്ക് വേണ്ടി, അലറിയടിക്കുന്ന കൊടുങ്കാറ്റ് നിനക്ക് വേണ്ടി, 1000 വട്ടം പേടിച്ചോടുന്ന കരിമൂർക്കനും നിനക്ക് വേണ്ടി. അല്ലാഹ് പറയുകയാണ്, ഹുവല്ലദീ, അല്ലാഹ് ആരെന്നറിയുമോ? അല്ലാഹ് ആരെന്നറിയുമോ? അല്ലാഹ് ആരെന്നറിയോ? ഖലഖലകും മാ ഫിൽ അർദി ജമീആ, ഈ കാണുന്ന എല്ലാത്തിനെയും മനുഷ്യരെ നിനക്ക് വേണ്ടി പടച്ചു വെച്ചത് ഞാനാണ്. എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ പിടിച്ചുകൂടിയ ഈ സ്കൂൾ ഗ്രൗണ്ടിന് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ ഈ വിനീതന്റെ അറിവില്ലായ്മ കേൾക്കാനെത്തിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യനായി പിറന്നവനാണ് അല്ലാഹ്. മനുഷ്യന് വേണ്ടിയാണ് സൂര്യനെ കിഴക്ക് നിർമ്മിപ്പിക്കുന്നത്. നിനക്ക് വേണ്ടിയാണ് നാളെ സൂര്യകോളം പടിഞ്ഞാറ് സ്തമിക്കുന്നത്. സഹോദരങ്ങളെ, എന്നാണോ നീ മനുഷ്യരല്ലാതാവുക? എന്നാണോ പടച്ചറപ്പ് പറഞ്ഞതിൽ നിന്ന് മാറി നിൽക്കുക? ആ സമയത്താണ് ഇതേ സൂര്യൻ പടിഞ്ഞാറ് നിൽക്കുക, അത് കിഴക്ക് പോയി അസ്തമിക്കുക. ഈ പ്രപഞ്ചത്തിന്റെ ഗതിവിഗതികൾക്ക് മാറ്റമുണ്ടാകുന്നത് ഒരു പരമാർത്ഥം പഠിച്ചുകൊള്ളുക. സൂര്യൻ കിഴക്കിന്റെ നമസ്തരിയിൽ ഉദിക്കുന്നത് നമുക്ക് വേണ്ടി, പടിഞ്ഞാറ് അസ്തമിക്കുന്നത് നമുക്ക് വേണ്ടി, മഴ പെയ്യുന്നത് നമുക്ക് വേണ്ടി. പക്ഷേ ഈ പ്രകൃതിയുടെ ഘടനത്തിന് മാറ്റമുണ്ടാകും, ഈ പ്രകൃതിയുടെ മുന്നേറ്റത്തിനൊരു മാറ്റമുണ്ടാകും. അതെപ്പോഴെന്നറിയോ മോനെ മനുഷ്യ? എന്നാണോ പടച്ചറപ്പ് പറഞ്ഞ സ്ഥലത്ത് നീ വ്യതിചരിച്ചത്, ആ പ്രകൃതി നിന്നെ കാത്ത് നിൽക്കുകയില്ല. അന്നാണ് സൂര്യന്റെ ഉദയസ്ഥാനം മാറുക, അന്നാണ് അസ്തമയം മാറുക, അന്നാണ് പേമാരി കുതിച്ചു പെയ്യുക, അന്നാണ് പർവ്വതങ്ങൾ തകർന്നൊടുങ്ങുക, അന്നാണ് നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുക, അന്നാണ് അമ്പരം പൊട്ടിപ്പിളരുക, അന്നാണ് നാൽക്കാലി ചത്തു വീഴുക, അന്നാണ് മാമരങ്ങൾ മറിഞ്ഞു വീഴുക, അന്നാണ് പക്ഷികൾ കരഞ്ഞു പോവുക, അന്നാണ് പൊട്ടിപ്പിളർന്ന് തകർന്നു പോകുന്ന ലോകത്തിന്റെ മുമ്പ് ഈ ഭൂമി നിന്നെയോർത്ത് വിലപിക്കുന്നത്. ആ ഭൂമി നിന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ മറുപടി പറയുന്ന ഒരു ദിവസമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഖുർആനും പ്രപഞ്ചവും എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ മുമ്പിൽ നിന്ന് മനുഷ്യൻ പൊട്ടിക്കരയുമ്പോ ആ മനുഷ്യനെ ഒത്ത് ഭൂമി കരയുന്ന ഒരു ദിവസമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇത്ര സ്ഥലത്തുണ്ടായ പോലെ ഈ സദസ്സിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ സ്കൂളിൽ പഠിച്ച ഒരു നിയമമുണ്ട്. ഏത് നിയമം? ആൽബർട്ട് ഐൻസ്റ്റീന്റെ തിയറി, E = mc². ദ്രവ്യ പരിവർത്തനം, ദ്രവ്യത്തിന് പരിവർത്തനം ഉണ്ടായാൽ ഊർജ്ജമുണ്ടാകും. ആൽബർട്ട് ഐൻസ്റ്റീന്റെ ആപേക്ഷിക സിദ്ധാന്തം, കോപ്പർനിക്കസിന്റെ, ടോളമിയുടെ, ബേക്കലിന്റെ, ഫ്രാൻസ് ബേക്കണിന്റെ മഹത്തായ സിദ്ധാന്തമൊക്കെ ടീച്ചർമാര് നമ്മെ പഠിപ്പിച്ചു നിർത്തിയിട്ടുണ്ട്. എന്താ? സൂര്യൻ കറങ്ങുന്നു, സൗരയൂഥത്തിൽ ഭ്രമണം ചെയ്യുന്നു, സൂര്യന് ചുറ്റും 9 നവഗ്രഹങ്ങൾ, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ, ചൊവ്വ, ശനി, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു പ്രാവശ്യം കറങ്ങണമെങ്കിൽ 24 മണിക്കൂർ വേണം. സഹോദരങ്ങളെ, 24 മണിക്കൂർ കറങ്ങിയാലും ഈ ഭൂമി തീരാത്ത ദിവസമുണ്ട്. അതെപ്പോഴാ? ആദ്യം പ്രപഞ്ചത്തിന്റെ നിയമം ഫിക്സഡ് അല്ല. ഖുർആൻ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണപാഠം എന്താണെന്നറിയോ? പ്രപഞ്ചത്തിന്റെ നിയമം, നീ ബയോളജിയിലും സയൻസിലും ഫിസിക്സിലും പഠിച്ച കാര്യം, അത് നിയന്ത്രിതമായ നിയമമല്ല. ഞാൻ പറയും, ഭൂമി എന്നും ഈ വേഗതയിൽ കറങ്ങില്ല, സൂര്യൻ എന്നും ഇങ്ങനെ ചലിക്കില്ല, കിഴക്ക് തന്നെ സൂര്യൻ ഉദിക്കില്ല, അതിന് മാറ്റമുണ്ടാകും, പടിഞ്ഞാറ് ഉദിക്കും. നമ്മൾ പഠിച്ച ഒരു നിയമം എന്റെ പൊന്നു ചെറുപ്പക്കാരികളെ മനസ്സിലാക്കിക്കോളി. അള്ളാഹു നമുക്ക് വേണ്ടിയാണ് ആകാശത്തെയും ഭൂമിയെ പടച്ചു വെച്ചത്. ആ പടച്ച നിയമം അവസാനം വരെ മാറാതിരിക്കില്ല, ആ നിയമം മാറും. അള്ളാഹു മാറ്റാ തോഫീക്ക് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. ഇത് മോനെ, നിനക്ക് സൂര്യനെ, ഈ കിഴക്കിൽ നിന്ന് ഉദിക്കുന്ന സൂര്യനെ നിനക്ക് പറഞ്ഞെടുത്ത് പിടിച്ചു നിർത്താൻ നിന്നെ കൊണ്ട് കഴിയും. ആരെക്കൊണ്ട്? വല്ലപ്പുഴക്കാരെ കൊണ്ട് കഴിയും. എന്റെ കഴിയാത്ത ബഗ്ദാദുകാരനെ കൊണ്ട് മാത്രമല്ല. ബഗ്ദാദിലെ സുൽത്താൻ ഷെയ്ഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ മഹാന്മാരെ പോലെ വിലായത്തിന്റെ പദവി ലോകത്തിന്റെ നിയമത്തെ മാറ്റിമറിച്ചതുപോലെ അത് ബഗ്ദാദിന് മാത്രം നിശ്ചിതമല്ല, വല്ലപ്പുഴയിൽ നിശ്ചിതമാണ്. പക്ഷെ ആരാവണം? നീ അങ്ങനെ ഒരു മനുഷ്യനാവണം. പ്രകൃതിയുടെ നിയമം മാറിയിട്ടുണ്ട്. ഒഴുകിപ്പോയ പുഴ അവിടെ തന്നെ നിന്നിട്ടുണ്ട്. പുഴയുടെ മുകളിലുള്ള കുതിര ഓടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കാത്തു നിൽക്കീൻ. എല്ലാ ചരിത്രവും ഞാൻ പറയാം, പക്ഷെ കാത്തു നിൽക്കീൻ. ഉടനെ വരും. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. അല്ലാതെ വാതിൽ കെട്ടിട്ട് വെറുതെ പോവാനല്ല. ആ സമയത്ത് പടച്ചവനെ ഞാൻ ആരാന്നറിയോ? അവനവനെ കുറിച്ച് മനസ്സിലാക്കണം.
ഞാൻ ആരാന്ന് മനസ്സിലാക്കണം. ചീട്ടം കളിച്ച് പട്ടച്ചാരായം കുടിച്ച് കാളയും കൂട്ടി കമ്പത്തിൽ പിടിച്ച് ഫുട്ബോളും കളിച്ച് ലോകത്തിന്റെ ലഹരിയിൽ കിടന്നുറങ്ങാനവല്ല ഞാൻ ആരാണ്? ഈ ഭൂമിയുടെ ഉള്ളിൽ നിന്നിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രപഞ്ചം നിലനിൽക്കുന്നതിന് വരും നമുക്ക് വേണ്ടിയാ, ആർക്ക് വേണ്ടിയാ? ഇൻഷാ അല്ലാഹ് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിഷയം. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. അള്ളാഹു അങ്ങനെ ആകാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഞാൻ വീണ്ടും എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. കാരണം എന്താ? പ്രപഞ്ചത്തിന്റെ നിയമം നിയന്ത്രിതമല്ല. ഏത് സമയത്തും ഈ പ്രപഞ്ചം തകരാം. അതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ ഖുർആൻ ഏറ്റവും പ്രധാനപ്പെട്ട വാണിംഗായിട്ട് പറയുകയാ. ഖുർആൻ തന്നെ പറയുന്നതല്ല, ഈ ഖുർആൻ ഒരു മുന്നറിയിപ്പാണ്. ആർക്കെന്നറിയോ? ഇന്നഹു തദ്കിറ ഫമൻ സദകറ. ഖുർആൻ പറയാണ്, മനുഷ്യ, നീ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങളുടെ കിടപ്പ്, നീ ചിന്തിച്ചതുപോലെയല്ല. ഇന്നഹു തദ്കിറ, ഇതൊരു മുന്നറിയിപ്പാണ്. ആർക്കാണ് മുന്നറിയിപ്പെന്നറിയോ? ഇന്ന ഫീ ദാലിക ലദിക്റ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്നവർക്ക് മുന്നറിയിപ്പായി, ജീവിതത്തിന്റെ നന്മയുടെ പാതയിൽ നിലനിൽക്കാനായി. അതുകൊണ്ടല്ലേ പ്രപഞ്ചത്തിൽ നാം ജീവിക്കുന്ന ഭൂമിയെ കുറിച്ച് ആദ്യം ഞാൻ പറയുക, ബാക്കിയുള്ളത് പിന്നീട് പറയാൻ സമയം കിട്ടിയാൽ പറയാം. അള്ള പറയുകയാണ്, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധിയല്ലേ നമ്മുടെ ഭൂമി. ആ ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? സഹോദരങ്ങളെ, 66,88,80,000 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ ഈ ഭൂമിയിൽ 10,000 കോടി മുതൽ 50,000 കോടി വരെ ഗാലക്സി ഉണ്ട്. ആ ഗാലക്സികൾ തന്നെ ഏതാണ്ട് ഒരു ഗാലക്സിക്ക് 80,000 ഗോളങ്ങളുണ്ട്. ഈ പ്രപഞ്ചത്തിലെ 80,000 കോടി ഗാലക്സിയിൽപ്പെട്ട ഒരേ ഒരു ഗാലക്സിയാണ് ക്ഷീരപഥം. ആ ക്ഷീരപഥമാണ് മിൽക്കി വേ. ആ ക്ഷീരപഥം എന്ന് പറയുന്ന ഗാലക്സിയിലെ കോടാനുകോടി നക്ഷത്രത്തിൽപ്പെട്ട ഒരേ ഒരു നക്ഷത്രമാണ് സൂര്യൻ. ആ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്ന 9 ഗ്രഹത്തിൽപ്പെട്ട ഒരേ ഒരു ഗ്രഹമല്ലേ നമ്മുടെ ഭൂമി. ഞാനിത് പറയുന്നത് എന്താ? ഖുർആൻ പ്രപഞ്ചം പറയുമ്പോ ആ പ്രപഞ്ചത്തിൽ നമ്മൾ താമസിക്കുന്ന, നമ്മൾ മരിച്ചൊടുങ്ങുന്ന, നാളെ നമ്മൾ കൊണ്ടുപോയി കുടിയെടുത്തിട്ട് മറഞ്ഞാടുന്ന ഭൂമിയില്ലേ, ആ ഭൂമി മാത്രം പ്രപഞ്ചത്തിന്റെ വിഷയമായിട്ട് പറയുകയാ. ഇത് പല ഘട്ടങ്ങളായി നമുക്ക് പറഞ്ഞു തീർക്കാൻ സമയം കിട്ടുന്നത് പോലെ ഒരു വിഷയം പറഞ്ഞാലല്ലേ 2 മണിക്കൂറിൽ ഗുണപാഠമുണ്ടാവൂ. ഈ ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഭൂമി പ്രപഞ്ചത്തിന്റെ അവസാനത്തെ നിർവിരാസമല്ല. ഞാൻ പറഞ്ഞല്ലോ, 80,000 കോടി ഗാലക്സിയിൽപ്പെട്ട ഒരേ ഒരു ഗാലക്സിയായ ക്ഷീരപഥത്തിന്റെ കോടാനുകോടി നക്ഷത്രത്തിൽപ്പെട്ട ഒരേ ഒരു നക്ഷത്രമാണ് സൂര്യൻ എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, കോടാനുകോടി ഗാലക്സിയിൽപ്പെട്ട ഒരേ ഒരു ഗാലക്സിയായ ക്ഷീരപഥത്തിന്റെ ഒരറ്റത്തിൽ നിന്ന് മറ്റേ അറ്റത്തേക്ക് ഒരു മനുഷ്യൻ നടന്നു പോയാൽ 6700 പ്രകാശ വർഷം കഴിഞ്ഞ് ആ മനുഷ്യന് ഒരൊറ്റ ഗോളത്തിന്റെ മറുഭാഗത്തെത്തുമെങ്കിൽ എത്രയോ വിശാലമായ പ്രപഞ്ചമാ. ഒരു സെക്കൻഡ് കൊണ്ട് 2,99,792.5 കിലോമീറ്റർ ഒരു സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന പ്രകാശം 7,600 വർഷം ഇതേ വേഗതയിൽ സഞ്ചരിച്ച എവിടെ എത്തുമോ അത്രത്തോളം വിശാലമാണ് ക്ഷീരപഥത്തിന്റെ ഒരേ ഒരു വലിപ്പം എന്ന് പറഞ്ഞാൽ. ആ ക്ഷീരപഥത്തിലെ ഗോളങ്ങൾ മുഴുവനും ഒരാൾ എണ്ണാൻ തീരുമാനിച്ച ഒരു സെക്കൻഡ് കൊണ്ട് 1 എന്ന് പറയുന്ന വേഗതയിൽ എണ്ണിയ പൊന്നുമോനെ 2,500 വർഷം കഴിഞ്ഞാല് ഒരു സെക്കൻഡിന് 1 എന്ന് എണ്ണത്തിലെണ്ണാൻ തീരുമാനിച്ച 2,500 വർഷം കഴിഞ്ഞാല് അതെണ്ണി തീരുകയുള്ളൂ എങ്കിൽ ആ ക്ഷീരപഥത്തിലെ കോടാനുകോടി നക്ഷത്രത്തിൽപ്പെട്ട ഒരേ ഒരു നക്ഷത്രമായ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്ന 9 ഗ്രഹത്തിൽപ്പെട്ട ഒരേ ഒരു ഗ്രഹമായ ഭൂമിയില്ലേ അല്ല പറയുകയാണ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് എത്രയോ വിശാലമാ. ആ ഭൂമിയെ കുറിച്ചാണ് ഞാൻ പറയുക, ആ ഭൂമിയെ കുറിച്ചിട്ടാണ് പറയുക. അല്ലാഹു നല്ല രീതിയിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. പ്രപഞ്ചത്തിലെ ബാക്കിയെല്ലാം വിട്ടു. അതിലിപ്പോ ആകാശമൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വല്ലപ്പോഴേ വരുമ്പോ പറയാം. ഇപ്പൊ ഒന്ന് പറയാം, ഭൂമി
പ്രപഞ്ചത്തിലെ ഭൂമിയുടെ മേൽവിലാസം മനസ്സിലായ ഇവിടെ BSc കഴിഞ്ഞാൽ B.Ed കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ പടഞ്ചനായി മൗലൂദ് വളർത്തിയിടേണ്ടതായി പിന്നെ അവൻ വലിയ ആളായി. പൊന്നുമോനെ നീ ആരാ? എടാ നീ ആരടാ മോനെ? നീലാംസ്ട്രോങ് എന്തേ ചന്ദ്രനിൽ കാലുകുത്തി? ചന്ദ്രനി ഇറങ്ങി നിന്നവരെങ്ങളോടെല്ലാം കേട്ടിട്ടുണ്ട്. ചന്ദ്രനി മനുഷ്യൻ കാലുകുത്തി. അതെന്താ കാലുകുത്തി എന്ന് പറയാ? ചന്ദ്രന് കാല് കുത്താൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ചന്ദ്രൻ അന്തരീക്ഷത്തിന് സാന്ദ്രത കുറവാണ്. അതുകൊണ്ട് എത്ര വെയിറ്റുള്ള സാധനം പഞ്ഞി പോലെ അവിടെ പറന്നു നടക്കും. അതുകൊണ്ട് ചന്ദ്രനില് ഇപ്പോ നാസയിൽ അത് പറയാൻ കേട്ടോ, പേടിക്കണ്ട, ശാസ്ത്രമൊന്നുമല്ല എന്റെ പൊന്നു സഹോദരങ്ങളെ. നാസയിൽ പുതിയ ഗവേഷണം നടക്കുക. ചന്ദ്രനിലേക്ക് തീർത്ഥയാത്ര പോകുന്നുണ്ട് ആളുകൾ. 2 വർഷമായിട്ട് പരിശീലനത്തിലാണ്. ചന്ദ്രനിൽ കാല് കുത്തണമെങ്കിൽ 2 വർഷം പരിശീലനം നടത്തി. 2 വർഷമായി അമേരിക്കയിലെ വീട്ടമ്മ സൂപ്പർ മാർക്കറ്റിൽ പോയി പർച്ചേസ് ചെയ്തപ്പോ നെസ്ലയുടെ കവർ കിട്ടി. കാഡ്ബറീസ് നെസ്ലയുടെ കവർ കിട്ടി. അതിന്റെ സ്ക്രാച്ച് ആൻഡ് വിൻ മത്സരമുണ്ട്. സ്ക്രാച്ച് ചെയ്തപ്പോഴത്തേക്ക് 1ാമത്തെ പ്രൈസ് ചന്ദ്രനിലേക്ക് വിനോദയാത്ര പോകാൻ അവസരം കിട്ടി. ആ പെണ്ണ് 2 വർഷമായിട്ട് യന്ത്രം കെട്ടിട്ട് ചന്ദ്രനിൽ കുത്താനുള്ള പരിശീലനത്തില് ഒരൊറ്റ രാത്രി കൊണ്ട് ചന്ദ്രനിൽ പോയി കാലി കുത്തിട്ട് ഒരൊറ്റ മനുഷ്യരെ ഉള്ളൂ. നബിയുനാ റസൂലുള്ളാഹി. ഒരു പരിശീലനം വേണ്ട. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസ. ഭൂമി എന്ന് പറയുന്ന ഗോളത്തിന് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ചന്ദ്രന്റെ കാല് കുത്തിയ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ പോലും അമ്പരപ്പോടെ നോക്കിയിട്ട് പറഞ്ഞെന്താ? ആരാ നീലാംസ്ട്രോങ്? ആരാ? ആദ്യമായിട്ട് അപ്പോളോ വാഹനത്തിന്റെ 8ാമത്തെ പടിയിൽ നിന്ന് 9ാമത് കാലെടുത്ത് വെച്ചത് ചന്ദ്രനിലേക്കാ. ചന്ദ്രന്റെ കാല് കുത്തുമ്പോ നീലാംസ്ട്രോങ് ആദ്യം കുത്തിയ കാലി ഇടത്തെ കാലാണ് കുത്തിയത്. ദൈവത്തോടുള്ള വിരോധം കാരണത്താൽ ദൈവവിശ്വാസിയല്ലേ വലത്തെ കാല് കുത്തു. ദൈവത്തോടുള്ള വിരോധം കാരണത്താൽ ഇടത്തെ കാല് കുത്തിയിട്ട് നീലാംസ്ട്രോങ് ചന്ദ്രൻ ഇറങ്ങുമ്പോ ആ നീലാംസ്ട്രോങ് 48 മിനിറ്റിലാണ് ചന്ദ്രന് നിന്നത്. അവസാനം തിരിച്ചു വന്നപ്പോ പത്തലേഖരോട് നീലാംസ്ട്രോങ് പറഞ്ഞിട്ടുണ്ടാ, ദൈവത്തോടുള്ള അന്ധമായ വിരോധം കാരണത്താൽ ഇടത്തെ കാല് കുത്തി ചന്ദ്രൻ ഇറങ്ങിയവൻ പറഞ്ഞനെന്താ? 48 മിനിറ്റ് ഞാൻ ചന്ദ്രനെ നോക്കി നിന്നു. നീലാംസ്ട്രോങ്ങിന്റെ വാക്കുകളെ കടമെടുത്ത് പറഞ്ഞാൽ കളിപ്പാട്ട കടയിൽ കയറിയ കൊച്ചുകുട്ടിയെ പോലെ എന്തെന്നറിയാതെ അവിടുത്തെ സിറ്റി വൈഭവം കണ്ട് ഞാൻ നോക്കി നിന്നെന്ന് സാക്ഷാൽ നീലാംസ്ട്രോങ് പോലും പറഞ്ഞു പോയാ ഈ പ്രപഞ്ചത്തിന്റെ പടച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ.